Hello everyone. ഞങ്ങൾ ഇപ്പോൾ സൂറിലേക്ക് പോവുകയാണ്. Right now we are at Surur on the way to Sur. Let's go. Go. ഇന്ന് ഞങ്ങൾ സൂറിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിയിലുള്ള ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരാണ് സുസൂർ. ഈ വഴിയിൽ കയറുമ്പോൾ മലകൾ, പച്ചപ്പ്, ഗ്രാമത്തിൻ്റെ സൈലൻസ് ഇതെല്ലാമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകതയും ഫീലും. ഇന്നത്തെ വ്ളോഗ് ഒരു ഫാൻസി ട്രിപ്പല്ല, ഇതൊരു സിമ്പിളായ ഗ്രാമയാത്രയാണ്. അങ്ങോട്ടുള്ള വഴികളും ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾ അനുഭവിച്ച ചെറിയ സന്തോഷങ്ങളും എല്ലാമാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഹൗസസ് ആണ്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളാണ് രണ്ട് സൈഡിലുള്ള. സ്മോൾ ഗലിയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിട്ട് അല്ലേ, ചെറിയ വഴികളിലൂടെ സ്മോൾ ഗലീസാണ്, അത് കൂടെ ഇങ്ങനെ പോയിട്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള വീടുകളും അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, പൂക്കളായിട്ടും ഡെക്കോർ ഐറ്റംസ് ഒക്കെ ആയിട്ടും. ഫുള്ള് ഈ ഈന്തപ്പനത്തോട്ടമാണ്. ഫുള്ള് രണ്ട് സൈഡിലും ഈന്തപ്പനത്തോട്ടമാണ്. രണ്ട് സൈഡില്ല, ഒരു സൈഡ് മാത്രമല്ലേ. അതെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാനുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അതാ പറഞ്ഞ വീടുകളുടെ ഇടയിൽ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക കോക്കനട്ട് ട്രീസ് പോലെ അല്ലേ, തെങ്ങുള്ള പോലെ, തെങ്ങും തോട്ടം കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ ഡേറ്റ്സിന്റെ തോട്ടമാണ് ആക്ച്വലി ഫുള്ള്. അത് അങ്ങനെ ഒരു അപ്പം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ തെങ്ങും തോട്ടം പോലെയൊക്കെ തോന്നും, പക്ഷെ ഫുൾ ഡേറ്റ്സ് ആണെന്ന് മാത്രം. അങ്ങനെയുള്ള അതാണ്. അപ്പം രണ്ട് സൈഡിൽ വരുന്ന ആ വഴി തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മൾ അവിടെ പോയിരുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മിസ്സായി. ആക്ച്വലി ഞങ്ങളിങ്ങനെ സൂറിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് എന്നിങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ശരി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ചൊന്ന് മുമ്പിലേക്ക് പോയിട്ട് തിരിച്ച് വരേണ്ടി വന്നു ഈ വില്ലേജ് കയറാൻ വേണ്ടി. ആക്ച്വലി ഇറ്റ് വാസ് വർത്ത് കമ്മിങ് ബാക്ക് അല്ലേ. അവിടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു രസമായിരുന്നു. എന്താണ് കാണിക്കാൻ, പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ ഇങ്ങനത്തെ വില്ലേജ് ഏരിയാസ് ഇവിടെ മാനിലുണ്ട് എന്നൊന്ന് കാണിച്ചു തരാന്ന്. ഒന്നും പറയാനില്ല, ഭയങ്കര നല്ല രസമുണ്ട്. ക്യാപ്ചർ ആവുമെന്നറിയും. ഇതിനകത്ത് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ അതിനകത്തൂടെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിർത്തി ഇങ്ങനെ പുല്ലിൻ്റെ ഇങ്ങനെ ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയതാണ്. അതാണ് നിങ്ങൾ അവിടെ ലൈവ് കാണുന്നത്. അപ്പൊ ഇറിഗേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. കൂടെ വെള്ളം വന്നിട്ട് ആണ് അവര് ഇറിഗേറ്റ് ചെയ്യുന്നത്. താഴത്തു കൂടെ ഇറങ്ങാനല്ലേ വെള്ളം ഇല്ലാത്തതുകൊണ്ട്. നല്ല രസമുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ. നല്ല രസം ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നെ ഭയങ്കര രസമാണ്. അത് ഈ തോട്ടത്തിലേക്കുള്ള വാട്ടറാണ്. ഇതിപ്പോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഇത് പുല്ലെല്ലാം കിളുത്ത് കഴിഞ്ഞില്ലേ, പിന്നെ ഇനിയിപ്പോ വേണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ആക്ച്വലി വണ്ടിയിലിങ്ങനെ പോകുമ്പോഴാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഏറ്റവും ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി തോന്നിയത് ഓരോ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ്. ഓരോരോ വീടുകൾ ഡിഫറെൻറ്റ് ടൈപ്സും ആയിരുന്നു. പിന്നെ ആ സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ ഡേറ്റ്സിൻ്റെ തോട്ടവും കണ്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്ന വീട്, അതിൻ്റെ സ്റ്റേഴ്സ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് മോഡലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് വീടുകളും കാണിച്ചു തരാം. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് അവരെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണു അതൊക്കെ ഒന്ന് കാണാം. കുറേ ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് രാത്രി പോകുമ്പോൾ നല്ല രസമുണ്ടാവും. ലെഫ്റ്റ് സൈഡിലൊക്കെ ഫുൾ ബൾബ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് അന്ന് ഈ നാഷണൽ ഡേയുടെ ഒക്കെ ഒരു ടൈമിൽ പോയതുകൊണ്ട് അവിടെയും ഡെക്കോറൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു.
ഇവിടെ നമുക്ക് കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഭംഗിയൊന്ന് കാണിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ചെയ്തത്. പിന്നെന്താ, ഫുള്ള് എന്താ പറയുക, ഈ ഫുള്ള് ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ്. സോ രണ്ട് സൈഡിലും ഡേറ്റ്സുകളും അത് ഡേറ്റ്സിൻ്റെ ട്രീയും അതുപോലെ അടുത്തടുത്തടുത്ത് വീടുകളും രണ്ട് സൈഡിലും ചെറിയ ചെറിയ വീടുകളും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു വില്ലേജ് ഏരിയ, നമ്മുടെ ഒരു നോർമൽ ഒരു വില്ലേജ് ഏരിയ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വില്ലേജ് കൂടെ കയറിയതും പോയതും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയത് സൂറിലേക്കാണ്. പോണ വഴിക്ക് വീണ്ടും 2 വീഡിയോസ് എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ സൂറിൽ എക്സ്പ്ലോർ ചെയ്ത വീഡിയോസും പിന്നെ സൂറിലേക്ക് പോണ വഴി ഒരു പഴയ ഓൾഡ് സൂർ റോഡൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ കാണിച്ചു. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വീട് വെച്ചെന്നല്ലേ, ഭയങ്കര രസം കാണാനായിട്ട്. അതൊന്നും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് പെട്ടെന്ന് എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അവർ ആ പ്ലാന്റ്സും ഇതൊക്കെ വെച്ചണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ട്രീസൊക്കെ ഡെക്കർ ചെയ്ത് വെച്ചണത് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വീടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ, എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു, പ്രത്യേക ഡിസൈനിങ്ങും ആയിരുന്നു വീടുകളുടെ. അത് മാത്രമല്ല അവർ ഫ്രണ്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതും ഭയങ്കര രസമായിരുന്നുമാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇത് തിരിച്ചു പോണ വഴിയാണ് അത്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് സൂറിലെ വീഡിയോസും പിന്നെയും എൻ റൂട്ടുള്ള വീഡിയോസും വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. Please subscribe our channel. Keep watching all our videos. Keep giving suggestions. Please support us. Thank you, audience, for watching. Bye bye.